നമ്മുടെ അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. കൺസ്യൂമർ ഫെഡ് MD ആയ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി IPS നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ശ്രീ VK മധു, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ CATU-ന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ ബിന്നി ഇമ്മട്ടിയുണ്ട്, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJP-യുടെ സമുന്നതനായ നേതാവാണ്. ശ്രീമതി മേരി ജോർജ് ഉണ്ട്, സാമ്പത്തികാര്യ വിദഗ്ധയാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ മുൻ അംഗം കൂടിയാണ് ശ്രീമതി മേരി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ജനങ്ങൾക്ക് ഇത്തവണയും തിരിച്ചടിയായിരിക്കുന്നു. പൊതുവിപണിയിൽ കച്ചവടം കുറയാൻ ഇത് കാരണമായതായാണ് ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ പൊതുവിപണിയും സർക്കാർ സംവിധാനങ്ങളും പ്രതീക്ഷിച്ച പോലെ വില നിയന്ത്രണ കാര്യത്തിൽ വിജയിക്കാതെ പോയതും തിരിച്ചടിയായിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ള ശ്രീമതി മേരി ജോർജ്, താങ്കൾക്ക് എന്താണ് ഇത്തരമൊരു വിലക്കയറ്റത്തെ, അത് ക്രമാതീതമായൊരു വിലക്കയറ്റം, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സർക്കാർ തലത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഒന്നാമത്തെ എൻ്റെ ഒരു സംശയം, ക്രമാതീതമായി, അതായത് നിയന്ത്രണ വിധേയമല്ലാത്ത വിലക്കയറ്റം ഇപ്പോൾ വിപണിയിലുണ്ടോ? ഇന്നൊക്കെ ഞാൻ 3 പത്രം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും അങ്ങനെ നിയന്ത്രണാതീതമായ വിലക്കയറ്റം ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ പക്ഷേ വേറൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയേണ്ടത്, നമ്മൾ 85% നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ കഴിയുന്നത്. വെച്ചാൽ കേരളം ഭക്ഷ്യസാധനങ്ങളുടെ കാര്യത്തിൽ അടിമത്തത്തിലാണ് എന്ന് തന്നെ തീർത്തു പറയാം. അപ്പോൾ ഈ അടിമത്തം തീരുന്നത് വരെ, അതിന് സത്വരമായ നടപടികൾ എടുക്കുന്നത് വരെ എല്ലാ വിശേഷാവസരങ്ങളിലും വിലക്കയറ്റം എന്ന തരത്തിലുള്ള ചർച്ചകൾ നാം നടത്തേണ്ടി വരും. ജനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ഈ ഓണവിപണിയിലേക്ക് 555 കോടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്തു തീർക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓണം അഡ്വാൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, പിന്നെ അഡ്വാൻസ് ശമ്പളം, ഇങ്ങനെ നിരവധി കോടി രൂപയാണ് ഓണവിപണിയിലേക്ക് ഇറങ്ങുക. ഈ പണമെല്ലാം എവിടെയാണ് അവസാനം എത്തിച്ചേരുന്നത്? കേരളത്തിലുള്ള ആരുടെയും പണപ്പെട്ടിയിലോ ബാങ്കിലോ അല്ല. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളുടെ പണപ്പെട്ടിയിലാണ്, കർഷകരുടെ പണപ്പെട്ടിയിലാണ് എത്തിച്ചേരുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ നേരത്തെ തന്നെ, അതായത് ഇത് ഭക്ഷ്യവകുപ്പ് മാത്രമല്ല ഈ കേരളത്തിൻ്റെ ഭക്ഷ്യ പ്രതിസന്ധിക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്, അതിനേക്കാൾ ഉപരിയായിട്ട് കാർഷിക മേഖല, കൃഷി വകുപ്പും കൂടി നേരത്തെ തന്നെ, അതായത് ഓണം വരുന്നു, ഇന്ന മാസത്തിലാണ് ഓണം എന്ന് നമുക്കറിയാം. അതുപോലെ ഓരോ ഉത്സവ സീസണും ഏതേത് കാലത്ത് വരുന്നു, അപ്പോഴൊക്കെ എന്താണ് ഇവിടെ സാധന സാമഗ്രികളുടെ വിലയിൽ സംഭവിക്കുന്നത്, എന്തുമാത്രം ഏത് തരത്തിലാണ്, എത്ര ആഴത്തിലാണ് ഇവിടെ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഉപഭോഗ വസ്തുക്കൾക്ക്, പ്രത്യേകിച്ച് പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾക്കെല്ലാം ഒരുപക്ഷെ ഇതുവരെ ഇല്ലാത്തത്ര വില കയറ്റം അനുഭവപ്പെടുന്നു. അതിൻ്റെ പേരിൽ കച്ചവടങ്ങൾ കുറയുന്നു. മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ നഗര കേന്ദ്രീകൃതമായി പോകുന്നു. പ്രത്യേകിച്ച് കൺസ്യൂമർ ഫെഡിൻ്റെയും സപ്ലൈകോയുടെയൊക്കെ മേളകൾ നടക്കുന്നത് നഗരങ്ങളിൽ മാത്രമായി നിൽക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നില്ല. എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട മേരി ജോർജിന്റെ അഭിപ്രായത്തിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു. മേരി ജോർജ് പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളിനകത്ത് ശീതീകരിച്ച പ്ലാന്റുകൾ കേരളത്തിൽ വയനാട്ടിലും ഇടുക്കിയിലും കോഴിക്കോടും വരും. അവിടെ കർഷകന് അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെക്കാം, അതിങ്ങനെ ഓണ സീസണിലൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു വശം വളരെയധികം വില താഴ്ന്നിരിക്കുന്നു. അവൻ വാങ്ങിക്കേണ്ട വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, അതായത് ഉരുളക്കിഴങ്ങ്, സബോള, വെളുത്തുള്ളി, ചെറുപയർ, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വില കുതിച്ചുയരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൺസ്യൂമർ ഫെഡിനെയും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയും ഒക്കെ ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗവൺമെന്റ് അവർക്ക് പണം കൊടുക്കാതെ അവരെ ഞെരുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓണക്കാലത്ത് ആളുകൾ പോകേണ്ടി ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മലയാളികൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മോടൊപ്പം ശ്രീ VK മധു, CPM-ന്റെ നേതാവാണ്. അതോടൊപ്പം സിവിൽ സപ്ലൈസ് എംപ്ലോയീസ് യൂണിയന്റെ CATU സംസ്ഥാന നേതാവ് കൂടിയാണ് ശ്രീ VK മധു. നമുക്കറിയാം, ഓണച്ചന്തകൾ അല്ലെങ്കിൽ സഹകരണ വകുപ്പ് ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലും ഇടപെടാറുണ്ട് വിപണിയിൽ. ഇത്തവണ അത് പ്രകടമായി കാണുന്നില്ല. ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും വളരെ 10,000-ഓളം ഓണച്ചന്തകൾ നടത്തിയിരുന്ന കൺസ്യൂമർ ഫെഡ് ഇത്തവണ 1000 ചന്തകൾ പോലും നടത്താൻ ബുദ്ധിമുട്ടുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സംഘടനയുടെ നേതാവ് എന്ന രീതിയിൽ ഇതിനോട് പ്രതികരിക്കുന്നത്?
അല്ല, കേരളത്തിലെ പൊതുവിതരണ സംവിധാനം ഏറ്റവും മോശമായ മാറിയ ഒരു ഓണക്കാലമാണ് ഇത്തവണത്തെ ഓണക്കാലം എന്ന് പറയും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഓണച്ചന്തകളും മാർക്കറ്റിലെ ഇടപെടലുകളും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും മോശമായ സംവിധാനം രൂപപ്പെട്ടിരിക്കുന്ന ഈ കാലത്താണെന്ന് പറയാൻ പറ്റും. അത് സപ്ലൈകോടെ മാത്രം കാര്യമല്ല, പൊതു വിപണിയുടെ പ്രശ്നം പറയുമ്പോഴത്തേക്ക് കൺസ്യൂമർ ഫെഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനം ഇന്ന് തകർച്ചയുടെ വക്കിലല്ല, തകർച്ചയിലാണ് എന്ന് പറയുന്നതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നന്മ സ്റ്റോറുകളെല്ലാം അടച്ചുപൂട്ടി. കൺസ്യൂമർ ഫെഡിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു സമയമാണിത്. അപ്പൊ ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ആകെ കേരളത്തിൽ ഈ ഓണക്കാലം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് താങ്ങാനാകാത്ത വണ്ണം അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. ഇപ്പൊ ഗവൺമെന്റ് സബ്സിഡിയുടെ ഒക്കെ കാര്യം പറഞ്ഞു. ഇത്തവണ ഗവൺമെന്റ് എത്ര രൂപ സബ്സിഡി കൊടുത്തത്? നമ്മോടൊപ്പം ശ്രീ JR പത്മകുമാർ, BJPയുടെ നേതാവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻപെല്ലാം ഈ വിലക്കയറ്റത്തിന് ഏറ്റവും പ്രധാന കാരണമായി പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഇന്ധനവില വർധന, ചരക്കുകൂലി പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 6-7 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ ഇന്ധനവില പ്രാബല്യത്തിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ വിലക്കയറ്റം അനുഭവിക്കുന്നത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് കൂടി ഇതിൽ പങ്കാളിത്തമുള്ളതായി കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റുണ്ടോ? അല്ലല്ല, ഈ നമുക്കറിയാമല്ലോ, ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റോള് ലിമിറ്റഡാണ്. അപ്പോൾ അതിൽ 2 രീതി, വിലക്കയറ്റം നിയന്ത്രിക്കണമെങ്കിൽ 2 രീതിയിലുള്ള ഇടപെടൽ. ഒന്ന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് കുറേ കാര്യങ്ങൾ ഗൗരവമായി ചെയ്യാൻ കഴിയും. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം, നമുക്ക് റിസർച്ച് വേണം, അഗ്രികൾച്ചർ മേഖലയിൽ എക്സ്റ്റൻഷൻ വേണം, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പെട്ടെന്നൊരു ഷോർട്ട് ടേം എന്നുള്ള നിലയിൽ വരുമ്പോൾ ഒരു മൾട്ടിപ്പിൾ പോയിന്റിൽ ഒരു കുറച്ച് കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ളത് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. ആ മാർക്കറ്റ് ഇൻ്റർവെൻഷനിൽ ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ട്.